മിക്കുവിന്റെ സുവിശേഷം. മിക്കുവിനെ സിനിമയിലെടുത്തു. മിക്കു ആക്ഷൻ. കട്ട്. വെരി ഗുഡ്. അല്ല ടോണി, ഇതെന്താ ഷൂട്ടിംഗ് ആണ് പരിപാടി? ഓ പപ്പ എന്നെന്താ പതിവില്ലാതെ നേരത്തെ? ഇന്ന് സൈറ്റിലായിരുന്നു വർക്ക്. പവർ ഫെയിലിയർ ആയി, ജനറേറ്ററും കേട്. പിന്നെ ഞാനിങ്ങനെ നേരത്തെ പോന്നു. മോന്റെ മമ്മി എവിടെ? മമ്മി ഷോപ്പിങ്ങിന് പോയിരിക്കുവാ അപ്പ. ഇതൊരു ഷോർട്ട് ഫിലിമാ. സ്കൂളിൽ നിന്ന് ഷോർട്ട് ഫിലിം അവാർഡിന് അയക്കാനാ. സ്റ്റോറി എന്താ മോനെ? നമ്മുടെ മിക്കുവാണോ ഹീറോ? അതല്ലേ ട്വിസ്റ്റ്. ടോണി പപ്പയെയും മമ്മിയെയും ഞെട്ടിക്കാൻ പോവായിരുന്നു. സർപ്രൈസ്. ഹീറോ നമ്മുടെ അദ്വൈതാണ്. പപ്പയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ ഹരിയങ്ങളുടെ മകൻ. ക്യാൻസർ വന്ന് 3 കീമോ ഒക്കെ കഴിഞ്ഞ എന്റെ ക്ലാസ്മേറ്റ്. അവനാണ് സ്ട്രോങ് ആണ്. അവനാണ് ഹീറോ. ഓ യെസ്. അതിന് അദ്വൈത് എവിടെ? അദ്വൈത്. ഹലോ അങ്കിൾ. ഹലോ അദ്വൈത്. അങ്കിളിന് അറിയാലോ, കീമോ കഴിഞ്ഞാൽ മുടി പോകും, മെലിയും. പിന്നെ എന്നെ പോലുള്ള ക്യാൻസർ പേഷ്യൻസിന് മറ്റുള്ളവരെ മുന്നിൽ പോവാൻ പോലും ബുദ്ധിമുട്ടുണ്ടാവും. മാത്രമല്ല സ്കൂളിലൊക്കെ പോയാൽ എല്ലാവരും ഞങ്ങൾ ഇങ്ങനെ തുറച്ചു നോക്കും. ഈ സിറ്റുവേഷൻ ഫേസ് ചെയ്യാനുള്ള ബോധവൽക്കരണമാണ് ഞങ്ങളുടെ ഈ ഷോർട്ട് ഫിലിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കൊള്ളാം അദ്വൈത്, യു ആർ എ റിയൽ ഹീറോ. ആണോന്നോ? എന്താ അഭിനയം? പപ്പ ഇത് കണ്ടോ? ഈശ്വര, ഈ മൊട്ടത്തലയുമായി നീ എങ്ങനെ ഞാൻ എന്റെ സ്കൂളിൽ പോവും? ഇനി ഞാൻ സ്കൂളിലേക്കില്ല. ഇതാണ് മെത്തേഡ് ആക്ടിങ്. വെൽ ഡൺ ഡിയർ അദ്വൈത്. താങ്ക് യു അങ്കിൾ. നാഷണൽ അവാർഡ് കിട്ടുമോ എന്തോ. ഇനി എടുക്കാനുള്ള ഷോട്ട് ഏതാ? ഇനി എടുക്കാനുള്ളത് ടോണിയുടെ ഷോട്ടാ. കൂട്ടുകാരന് വേണ്ടി മുടി മൊട്ടടിച്ച ടോണി കടന്നു വന്ന് പറയുന്നു, ദാ നോക്ക് അദ്വൈത്, ഞാനും നിന്റെ സ്റ്റൈലാ, നമുക്ക് ഒരുമിച്ച് സ്കൂളിൽ പോവാം. ഓ, പക്ഷെ അതെങ്ങനെയാ? ടോണിയുടെ തലയിൽ നിറയെ മുടിയാണല്ലോ. അതിനല്ലേ പപ്പയുടെ ഈ ഇലക്ട്രിക് ഷേവർ. യോ, ടോണി എന്തായി പറയുന്നത്? നീ തല ഷേവ് ചെയ്യാൻ പോവാ? പാവം പപ്പയുടെ കിളി പോയി. എന്തായോ എന്റെ ദൈവമേ. മൊട്ടയടിക്കാൻ ഞാനാണ് എപ്പോഴേ റെഡി. പക്ഷെ എന്നെ ആർക്കും വേണ്ടല്ലോ. പാവം ഞാൻ. ഓ, ഓക്കെ. വീട്ടിൽ പപ്പയും മമ്മിയും ഇല്ലാത്ത സമയത്ത് തല മൊട്ടയടിച്ച് ഹീറോ ആകാനുള്ള ടോണിക്കുട്ടന്റെ മാസ്റ്റർ സ്ട്രോക്ക് പൊളിഞ്ഞെന്ന് തോന്നുന്നേ. എന്റെ അമ്മോ. സോറി, തല മുട്ടയടിക്കാനുള്ള പെർമിഷൻ പപ്പയുടെ മമ്മിയുടെ അടുത്തുനിന്ന് ഞാൻ നേരത്തെ ചോദിക്കണമായിരുന്നു. അത് സാരമില്ല മോനെ, പക്ഷെ നിന്റെ മമ്മിയാണ് ശരിക്കും സ്കോർ ചെയ്തത്. സാരല്ലേ ടോമിച്ച, പിള്ളേരെ ക്യാൻസറിനെ അങ്ങ് സ്നേഹിച്ച് തോൽപ്പിക്കുവല്ലേ. ടോണി തല മുട്ടയടിച്ചോട്ടെ. മമ്മി റോക്സ്. നിങ്ങളും പോയി അതുപോലെ ചെയ്യുവിൻ.